തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സമരത്തിലേക്ക് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്ന് പഴുതാരയെ കണ്ടെത്തിയെന്നും വിദ്യാർത്ഥികളുടെ പരാതി. മേഘന മുരളി ചേരുന്നു അവിടെ നിന്ന്. മേഘന, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ സമരത്തിന്. SKN ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. അവർ പ്രധാനമായും ആരോപിക്കുന്നത് വിവിധ വിഷയങ്ങൾ. അതിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് പഴുതാരയെ കണ്ടെത്തി. അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ കെട്ടിടം, അവർ ഈ 5 വർഷം താമസിക്കേണ്ട ഹോസ്റ്റൽ കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. കൂടാതെ ഇതിൽ ഭക്ഷണങ്ങളിലടക്കം ഒരു ശുചിത്വം പാലിക്കുന്നില്ല എന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇവർ സമരം ചെയ്യുന്നത്. എന്താണ് സമരം? ഞങ്ങളുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വ്യാഴാഴ്ച ഞങ്ങളുടെ മെസ്സിൽ നിന്ന് പഴുതാരനെയാണ് കിട്ടിയത്, ഫുഡിൽ നിന്ന്. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങൾ നിരവധി കംപ്ലൈൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അധികാരികളുടെ അടുത്ത്, പ്രിൻസിപ്പലിൻ്റെ അടുത്തും വാർഡൻ്റെ അടുത്തായിട്ടും. നമ്മൾ മെയിലുകൾ അയച്ചു, നേരിട്ട് പോയി കണ്ടു, 2-3 പ്രാവശ്യം നേരിട്ട് പോയി കണ്ടു. എന്നിട്ടും അതിന് ശക്തമായൊരു നടപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ 10 മീറ്റർ അകലം കൂടിയില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ചൊല്ലി 4 വർഷം മുമ്പിട്ടൊരു സ്ട്രൈക്ക് നടത്തി. പിന്നെ ഓരോ യൂണിയൻ കയറുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയാറുണ്ട്. പക്ഷെ ഒരു റെസ്പോൺസും അധികൃതരുടെ ഭാഗത്തും നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളും ചോർച്ചയുള്ള ബിൽഡിങ്ങുകളിലുമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ ദിവസം സബ്മിഷൻസിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങിയിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നിട്ട് സെപ്റ്റി ടാങ്കിൻ്റെ സ്മെല്ല് കാരണമാണ് ഓരോ റൂമുകളും 9ഓളം റൂമുകൾ ഞങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്. SKN അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ പ്രധാനമായും ഈ കെട്ടിടങ്ങൾ അത് ശോചനീയാവസ്ഥയിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് പഴുതാരയെ കണ്ടെത്തി. സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിവിധ വിഷയങ്ങൾ. അതിൽ അധികൃതർ ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികൾ, ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോൾ ഒരു സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഓക്കെ, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ അവർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഭക്ഷണ പ്രശ്നമാണ് അവരുടെ പ്രശ്നം.